ഹലോ ഗായ്സ്. അപ്പൊ നമ്മൾ ഇന്ന് വിഷു പായസം ഉണ്ടാക്കാൻ പോവാണേ. വിഷു പായസം, സേമിയ പായസം, ഡബിൾ ഹോൾസ്. അപ്പൊ ഞാനിപ്പോ ഇവിടെ നിൽക്കുന്നത് എന്താണെന്നറിയോ? എല്ലാരും ഇതിന് ചുറ്റും നിൽക്കുന്നത് മുന്തിരി അണ്ടിപ്പരിപ്പും കക്കാനുള്ള കള്ളന്മാരെ ഇതിലായിരുന്നു. അപ്പൊ അത് കക്കാതെ ഞാൻ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് ഗായ്സ്. നിങ്ങൾക്ക് ഇവരുടെ എല്ലാം അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അടിപൊളി ഒരു സേമിയ പായസം ഉണ്ടാക്കിയാലോ നമുക്ക്. അപ്പോൾ അതിനായിട്ട് ഞങ്ങൾ വീട്ടിൽ നിന്ന് വന്നപ്പോൾ കുറച്ച് സേമിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ പുറത്ത് പോയപ്പം ഇവർ വണ്ടിപ്പരിപ്പും മുന്തിരിയും മേടിച്ചു. അത് നല്ല നെയ്യിലിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുത്തു. പിന്നെ പാലൊന്ന് ചൂടാക്കിയും കൂടെ എടുത്തു കേട്ടോ. അത് കഴിഞ്ഞ് പാലൊക്കെ നന്നായിട്ടൊന്ന് ചൂടായി വന്നപ്പോൾ ജസ്റ്റ് ഞങ്ങൾ വറുത്ത സേമിയായിരുന്നു, എന്നാലും കുറച്ച് നെയ്യൊക്കെ ഇട്ടിട്ട് ഒന്നുകൂടി ഒന്ന് വറുത്തെടുത്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ തിളപ്പിച്ച് വെച്ച പാൽ അതിലേക്ക് ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുത്തു കേട്ടോ. എന്നിട്ട് നമ്മൾ ടേസ്റ്റ് കിട്ടാൻ വേണ്ടി കുറച്ച് നല്ല അടിപൊളി നെയ്യ് ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് കുറച്ച് കൂടുതൽ നെയ്യ് ഒഴിച്ച് കൊടുത്ത് ടേസ്റ്റ് വരാൻ വേണ്ടി. എന്നിട്ട് അണ്ടിപ്പരിപ്പും മുന്തിരി ഇട്ടു. അന്നപ്പോഴത്തേക്കും നമ്മുടെ പായസം ഒന്ന് നന്നായിട്ട് കുറുകിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ കുടിച്ച് നോക്കി, അടിപൊളി പായസമായിരുന്നു. ആ നെയ്യിൻ്റെ ടേസ്റ്റും സേമിയ കുറച്ച് കൂടുതലും പാല് കുറച്ച് കുറവായിരുന്നു, എങ്കിലും അടിപൊളി പായസമായിരുന്നു. നമുക്കെല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പം ഗൈസ്, ഫൈനലി നമ്മൾ പായസം ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. നെയ്യിൻ്റെ ഒക്കെ ടേസ്റ്റ് വന്നിട്ട് അടിപൊളിയായിട്ടുണ്ട്.